ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓട്ടിസം സെൻറ്ററിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ശിശുദിനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ചെറിയൊരു റാലിയും പിന്നെ അമ്മമാർക്ക് ഒരു ബോധവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളും അവരെ എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണമൊക്കെ ആയിട്ട് ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അക്ഷയ് 50% ഡൗൺ ആണ് കേട്ടോ. അപ്പോൾ അതിന് സ്പീച്ച് തെറാപ്പി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ കൊണ്ടാക്കുന്നത്. ഇപ്പോഴും ഒരുപാട് അമ്മമാർ ഇങ്ങനെയുള്ള കുട്ടികളെ നാണക്കേട് കൊണ്ട് വീട്ടിലിരുത്തുന്നുണ്ട് കേട്ടോ, മറ്റുള്ളവരുടെ ആരോടൊന്നും പറയാതെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി സ്പോർട്സും സ്റ്റേജ് പ്രോഗ്രാംസും അതേപോലെ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള അവരെ നമ്മൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പോർട്സിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനോ അവിടുന്ന് സ്കൂളുകളിൽ നിന്ന് ടൂർ പോകാനോ അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്ററുകളിൽ നിന്ന് അവർ ടീച്ചേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് അവരെ നന്നായിട്ട് അവർ കെയർ ചെയ്യുകയും ചെയ്യും. നമുക്ക് വിശ്വസിച്ചിട്ട് അവരെ എല്ലാ പരിപാടിയിലേക്കും ചേർക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സർക്കാർ ചെയ്തു തരുന്നുണ്ട്. ഇതറിയാത്ത ഒരുപാട് പേരൻസ് ഉണ്ട്. ഇപ്പോഴും നാണക്കേട് കൊണ്ട് കുട്ടികളെ നമുക്ക് പുറത്തേക്ക് വിടാതെ സ്കൂളുകളിൽ മാത്രം വിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് പേരൻസുകളുണ്ട്. അപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.